ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സെക്കൻഡ് ടേമിൻ്റെ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡിയാണോ? നിങ്ങൾക്ക് താഴെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നോട്ടീസ് 2 സർക്യൂട്ട്സ് എന്നുള്ളതാണ്. താഴെ 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്, സർക്യൂട്ട് നമ്പർ 1, സർക്യൂട്ട് നമ്പർ 2. ഓക്കെ, 3-watt LED available from fancy shop are used in these circuits. As soon as the second circuit turned on, the LED burns out. എന്താണ്? 3 വോൾട്ടിൻ്റെ LED ആണ് നമ്മൾ ഈ ഫാൻസി ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആ LED ഇല്ല, അതാണ് ഈ സർക്യൂട്ടിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ സെക്കൻഡ് സർക്യൂട്ട് നമ്മൾ ഓൺ ആക്കുമ്പോൾ LED ബേൺ ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. എ ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് എക്സസ് കറണ്ട് ദാറ്റ് ബേൺ ഓഫ് ദ തിൻ ഫ്യൂസ് വയർ. എന്താണ്? ആ തിൻ ഫ്യൂസ് വയർ അവിടെ ബേൺ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് എക്സസ് കറണ്ട് ദാറ്റ് ബേൺ ഓഫ് ദ തിൻ ഫ്യൂസ് വയർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, what arrangement should be made in the circuit to prevent such damages while working? ഇത് വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്യാൻ പറ്റുന്നത്? യൂസ് സേഫ്റ്റി ഫ്യൂസ്, ഓപ്പറേറ്റ് സർക്യൂട്ട് വിത്ത് ലെസ് സെൽസ്. ഓക്കെ, സെൽസിൻ്റെ എണ്ണം കുറക്കുക, അതുപോലെ തന്നെ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുക. അതൊക്കെ രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൻ വൈൽ യൂസിങ് ഇലക്ട്രിക് ഡിവൈസ്? ഇലക്ട്രിക് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? ഡു നോട്ട് ഓപ്പറേറ്റ് സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്, യൂസ് വയർ വിത്ത് ഇൻസുലേഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. വെറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അവിടെ എർത്ത് കറൻറ്റ് പെട്ടെന്ന് പാസ് ചെയ്യും, നമ്മൾക്ക് ബേൺ ഉണ്ടാവുകയും ചെയ്യും. ഇനി ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. The pH value of a soil is 6. What is the chemical nature of this soil? എന്താണ് ആ ഒരു സോയിലിൻ്റെ നേച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? നമുക്കറിയാം, pH 6 ഒക്കെ ആകുമ്പോൾ അത് ആസിഡ് നേച്ചറാണ് ഉള്ളത്, അതിന് ആസിഡ് നേച്ചറാണ് ഉള്ളത്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, what should be done to change the pH value of the soil to 7 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ലൈം ഈസ് ആഡഡ്. നമ്മൾ കുറച്ച് ലൈം ആഡ് ചെയ്താൽ മതി. ലൈം ഈസ് ആഡഡ്, അപ്പോൾ നമുക്ക് അതിൻ്റെ pH കൂട്ടാൻ കഴിയും. വാട്ട് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ? എക്സ്പ്ലെയിൻ. എന്ത് കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്? ഇവിടെ ഉണ്ടാവുന്നത് ന്യൂട്രലൈസേഷൻ ആണ് ഉണ്ടാവുന്നത്. വെൻ ഡിഫൈൻഡ് എമൗണ്ട് ഓഫ് ആസിഡ് ആൻഡ് ആൽക്കലി are mixed, their acid and alkaline nature are lost and salt and water are formed. This is called neutralization. Okay, ഇനി ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. Below are the observations noted when hydrogen peroxide was added to soil tape samples. എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് 2 സോയിലാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. സാൻഡ്, സോയിൽ ഫ്രം ഫീൽഡ്. സാൻഡ് മിനിമം എഫേഴ്സിൻസ് ഈസ് ഫോംഡ്. ഓക്കെ, ഇനി ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡിഫറൻസ്? എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? നമുക്കറിയാം, എ സോയിൽ ഫ്രം ഫീൽഡ് കണ്ടെയ്ൻസ് ഹൈ ഓർഗാനിക് കണ്ടന്റ്. ഹൈ ഓർഗാനിക് കണ്ടന്റ് ആണ് ഒരു സോയിൽ ഉണ്ടായിരിക്കുക, അതുകൊണ്ടാണ്. ബി ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വൈസ് ഡസ് സോയിൽസ് ഡിഫർ? എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഡിഫറൻസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, കപ്പാസിറ്റി ടു റിറ്റെയിൻ വാട്ടർ, ഡിഫറൻസ് ഇൻ ഓർഗാനിക് കണ്ടന്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള കാരണം. എന്താണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഡിഫറൻസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, കപ്പാസിറ്റി ടു റിറ്റെയിൻ വാട്ടർ, ഡിഫറൻസ് ഇൻ ഓർഗാനിക് കണ്ടന്റ്. ഇനി നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്താണ്? റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദ സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. സോയിൽ കണ്ടെയ്ൻസ് വാട്ടറിലുണ്ടെന്നുള്ളത് സോയിൽ ഉണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, കളക്ട് സോയിൽ അപ് ടു എ ക്വാർട്ടർ ഓഫ് എ ബോയിൽ ട്യൂബ് ഫ്രം ദ സ്കൂൾ പ്രിമിസൈസ്. Close the boiling tube with a piece of cotton. Heat it for some time using a spirit lamp. After cooling, observe the inner wall of the boiling tube. We can see inner wall of the boiling tube become wet. From this we can understand moisture is present in soil. അപ്പോൾ നമുക്ക് എന്താണ്, ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വെറ്റ് അവിടെ കാണാൻ കഴിയും, ഇന്നർ വാളിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു സോയിലിൽ എന്താണ്, അവിടെ ഒരു വെറ്റ് പ്രസൻറ്റ് അല്ലെങ്കിൽ വാട്ടർ പ്രസൻറ്റ് അവിടെ ഉണ്ടെന്നൊരു മോയ്സ്ചറൈസർ ഉണ്ടെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ഓട്രോഫ്സും ആൻഡ് പാരാസൈറ്റ്സും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് 2 മാംഗോ ട്രീ പാഡി മോണോട്രോഫ
ലൊറാൻഡസ്. ഇതിൽ എ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ഈച്ച് ഗ്രൂപ്പ്. ഈച്ച് ഗ്രൂപ്പിൽ നിന്നും ഓഡ് വൺ ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. ഏതാണ്? ഫസ്റ്റിലെ ലൊറാൻഡസും സെക്കൻഡ് വണ്ണിലെ സാൻഡിലുമാണ് അവിടെ ഓഡ് വൺ ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സോയിൽ വേർ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഗ്രോ. എക്സ്പ്ലെയിൻ. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനുള്ള ആ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ സോയിൽ വിൽ ബി അസിഡിക് ഇൻ നേച്ചർ, സോ അസിറ്റോബാക്ടർ മേ നോട്ട് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. എന്താണ്? ഈ ഒരു അവിടെയുള്ള സോയിലിന് ഒരു ആസിഡിക് നേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ അസിറ്റോബാക്ടർ നമുക്ക് കാണാൻ കഴിയില്ല. സോ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഡു നോട്ട് ഗെറ്റ് നൈട്രജൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് നമുക്ക് നൈട്രജനും അവർക്ക് കിട്ടില്ല. ടു ഓവർകം സിറ്റുവേഷൻ ഇൻസെക്ടിവോറസ് കാറ്റ് ഇൻസെക്ട്സ് പ്ലാന്റ്സ് ഇൻസെക്ട്സ് ആൻഡ് ത്രൂ ഡൈജഷൻ ഓഫ് ദ ബോഡി ഓഫ് ദ ഇൻസെക്ട്സ് ദ ഗെറ്റ് ദ നൈട്രജൻ. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ അവർക്ക് നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് ഈ ഇൻസെക്ട്സ് ഒക്കെ അവരുടെ ഡൈജഷനിലൂടെയാണ്, അവരുടെ ഡൈജഷൻ നടക്കുമ്പോൾ അതിൽ നിന്നാണ് അവർ നൈട്രജൻ എടുക്കുന്നത്, എന്നിട്ടാണ് അവർ നൈട്രജൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിലെ സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇൻക്ലൂഡിങ് ലൊറാൻഡസ് ഈസ് ഇൻ ബോത്ത് ദ ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് ലൊറാൻഡസ് ഇതിലെ ബോത്ത് ഗ്രൂപ്പിലും ഉണ്ടായത്? കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൊറാൻഡസ് പ്രിപ്പയർ ഈസ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. എന്താണ്? ലൊറാൻഡസ് എപ്പോഴും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അലോൺ ആയിട്ടാണ്. മറ്റേ ന്യൂട്രിയൻസും അതുപോലെ തന്നെ എല്ലാം അബ്സോർബ് ചെയ്യുന്നത്, വാട്ടറും എല്ലാം അബ്സോർബ് ചെയ്യുന്നത് ഒറ്റക്കാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടിലും ആയി മാറിയത്. ഇനി ഇതിലെ ഫിഫ്ത്ത് ആക്ടിവിറ്റി നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഒരു സർക്യൂട്ടൊക്കെയാണ് തന്നിട്ടുള്ളത്. ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് ആൻഡ് ലൈറ്റ് ദ ബൾബ്. ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബൾബ് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പെൻസിൽ, ഗ്രാഫൈറ്റ്, അയൺ നൈല്, ഗ്ലാസ് നോഡ്, സ്റ്റീൽ സ്പൂണ്, പ്ലാസ്റ്റിക് സ്കെയില്, ഗോൾഡൻ ബാങ്കിൾ, ഇത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിനായിട്ട്? നമുക്ക് പെൻസിൽ, ഗ്രാഫൈറ്റ്, അയൺ നൈല്, സ്റ്റീൽ സ്പൂണ്, ഗോൾഡൻ ബാങ്കിൾ, ഇത്രയുമാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലെ ബി ചോദ്യം നോക്കൂ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഡിവൈസസ് മാർക്ക് 1, 2, 3 ഇൻ ദ ഫിഗർ ആൻഡ് ഡ്രോ ദ സിംബൽസ്. എന്തൊക്കെയാണ് 1, 2, 3 എന്തൊക്കെയാണ് അവർ കാണിച്ചിട്ടുള്ളത് എന്ന് നോക്കൂ. 1 എന്ന് പറയുന്നത് ബൾബാണ്, 2 എന്ന് പറയുന്നത് ബാറ്ററിയാണ്, 3 എന്ന് പറയുന്നത് സ്വിച്ചാണ്. ഓക്കെ, ഇനി ഇതിലെ ആക്ടിവിറ്റി നമ്പർ 6 ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ദ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇൻ എ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആർ ഗിവൺ ബിലോ. ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. പ്രോപ്പർ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? വാട്ടർ മിക്സസ് വിത്ത് എയർ എന്നുള്ളതാണ്. സെക്കൻഡ് വരുന്നത് സെഡിമെൻറ്റേഷൻ ഓഫ് സോൾഡ് മാറ്റർ പ്രസൻറ്റ് ഇൻ വാട്ടർ ബൈ ആഡിങ് അലം എന്നുള്ളതാണ്. തേർഡ് വരുന്നത് ഫിൽറ്റേഴ്സ് ഔട്ട് ആൻഡ് റിമൂവ്സ് ഇംപ്യൂരിറ്റീസ് എന്നുള്ളതാണ്. ഫോർത്ത് വൺ സ്റ്റെറിലൈസേഴ്സ് വാട്ടർ. ഇതാണ് ഓരോന്നിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം ദ സ്കൂൾ ഡിസൈഡഡ് ടു പ്ലേസ് boards near the water body to spread the message of water conservation. Prepare 3 messages to be written on the board. വാട്ടർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ കുറച്ച് നോട്ടീസ് ബോർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ബോർഡിൽ കൊടുക്കാനുള്ള 3 മെസ്സേജാണ് എഴുതേണ്ടത്. എന്തെഴുതാം? വാട്ടർ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ, കൺസേർവ് വാട്ടർ, സേവ് പീപ്പിൾ, വാട്ടർ ഈസ് പ്രീഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ഓക്കെ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു 3 കോഡ്സ്, ഒരു 3 മെസ്സേജ് നിങ്ങൾക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 7 ആണ്. ബിലോ ആർ ദ ഓർഗൻ പാസ് ത്രൂ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഡ്യൂറിങ് ഇഡ്ലീസ് ജേർണി ത്രൂ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ എ ചോദ്യം എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വൺ. ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ഇഡ്ലി ഓർഗൻ സ്മോൾ ഇൻറ്റൻസ്റ്റൈൻ. അവിടെ എന്താണ്? അവിടെ നമുക്ക് കിട്ടുന്നത് ന്യൂട്രിയൻസ് ഇൻ ദ ഫുഡ് ഈസ് അബ്സോർബ്ഡ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ദ ടീത്ത് ക്രഷ്ഡ് മീറ്റ് ടു പീസസ്. അവിടെ എന്താണ്? അതിൻ്റെ ഓർഗൻ എന്ന് പറയുന്നത് മൗത്ത് ആണ്. തേർഡ് വൺ ആസ് ദ വാട്ടർ ആൻഡ് മിനറൽസ് വെർ അബ്സോർബ്ഡ് ഐ ടേൺ ഇൻ ടു വേസ്റ്റ്. അവിടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് ഉപയോഗിക്കുന്നത്. ഫോർത്ത് വൺ സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിൻ്റെ ചേഞ്ചസ് അവിടെ എന്താണ് ആയിട്ടിലേക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? ഐ മിക്സ്ഡ് വിത്ത് എൻസിമിസ് എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഐ മൂവ്ഡ് ഡൗൺ ബൈ എ
വേ മൂവ്മെൻറ്റ്, അതായതാണ് ഓയിസോഫാക്കസ് എന്നുള്ളതാണ്. ഇനി ലിസ്റ്റ് ദ ഓർഗൻസ് ഇൻ ദ ജേർണി ഓഫ് ഫുഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ. എങ്ങനെയാണ്? മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് റെക്ടം. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റേജസ് ആയിട്ട് ഓർഡർ ആയിട്ട് പോകുന്നത്. ഇനി 8th ആക്ടിവിറ്റി നോക്കൂ. ചെക്ക് ദ സിറ്റുവേഷൻസ് മെൻഷൻ ബിലോ ഫോർ ടേക്കിംഗ് മെഡിസിൻ ഫോർ എ ബോട്ടിൽ ടു എ സിറിഞ്ച്. Situation 1, the piston of the syringe is pulled and placed in the medicine. Situation 2, the syringe is placed in the medicine and a piston is pulled. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണല്ലേ. Okay, in which situation does the medicine enter the syringe? What is the reason for it? എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്, എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് അനദർ സിറ്റുവേഷൻ വേർ എയർ പ്രഷർ ഈസ് യൂസ്ഡ്. എയർ പ്രഷർ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് വളരെ സ്പീഡിൽ പോകും. ഓക്കെ, ഇനി ആക്ടിവിറ്റി നമ്പർ 9, ഈവൻ ദോ ഐ ഹാവ് AC and fridge, my electricity bill is less than 1000 rupees. My electricity bill is around 1500 rupees, but I have fan, bulb and പമ്പ് സെറ്റ് ഓൺലി. എന്നാണ് രണ്ടുപേരും പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഒരാളുടെ വീട്ടിൽ AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പക്ഷേ ഇലക്ട്രിസിറ്റി ബില്ല് വളരെ കുറവാണ്. മറ്റാളുടെ വീട്ടിലോ അവിടെ ഫാനും ബൾബും മാത്രമേ ഉള്ളൂ, പമ്പ് സെറ്റും മാത്രമേ ഉള്ളൂ, പക്ഷേ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലാണ്. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഇൻക്രീസ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് ബാബു. ബാബുവിൻ്റെ വീട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഇലക്ട്രിസിറ്റി ബില്ല് കൂടിയത്? ബൾബ് ആൻഡ് ഫാൻ സ്വിച്ച്ഡ് ഓൺ ഈവൻ വെൻ ദർ ഈസ് നോ വൺ ഇൻ ദ റൂം. TV switched on even when there is no one to watch. Bulb switched on even during daytime. Refrigerator left open. അതുകൊണ്ടൊക്കെയാണ്. കാരണം ബൾബ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ, അല്ലാത്ത സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം. ഇനി TV ആണെങ്കിലും അങ്ങനെ തന്നെ. ഇനി ബൾബൊക്കെ ഡേ ടൈമിലൊക്കെ ബൾബൊക്കെ റെഡ്യൂസ് ചെയ്യുക, ഒക്കെ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യാതിരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കവിടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. റൈറ്റ് 3 സജഷൻസ് ഫോർ റെഡ്യൂസിങ് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ബില്ല്. എന്തൊക്കെയാണ്? സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ് ആഫ്റ്റർ യൂസ്. അയൺ ഓൾ ദ ക്ലോത്ത്സ് അറ്റ് എ സ്ട്രെച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഇറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. യൂസ് ലൈറ്റ് ആൻഡ് അതർ എക്യുപ്മെൻറ്റ്സ് ഓൺലി വെൻ വി ആർ നീഡഡ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുക. ഇലക്ട്രിസിറ്റി ഡിവൈസൊക്കെ നമ്മൾ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ അയണൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാതെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.